നിനക്കേകിടാനായി എൻ കയ്യിലൊന്നും നാഥ. ഈ നിമിഷം നിനക്കേകിടാനായി എൻ കയ്യിലൊന്നും നാഥ. പാപവും എന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥ. പാപവും എന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥ. അതിമോദം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാഥ ആരാധന. എല്ലാവരും ചേർന്ന ഹല്ലേലൂയ 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 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു. സർവശക്തനായവനെ ഈ രാത്രിയുടെ യാമങ്ങളിൽ സർവശക്തിയോടെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന സർവശക്തനായ ദൈവത്തെ സർവശക്തിയോടെ ഇന്ന് ഈ രാത്രിയുടെ നിമിഷത്തില് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. സ്വരമുയർത്തി കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ അവിടുത്തെ ആരാധിക്കുന്നു. അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. ആരാധ്യനായ ദൈവത്തെ ആരാധ്യനായ ദൈവപുത്രനെ സർവശക്തിയോടെ സർവവിശുദ്ധിയോടെ ചേർന്ന് അവിടുത്തെ സ്തുതിച്ച് ആരാധിച്ച് അവിടുത്തെ മഹത്വപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്വരമുയർത്തി ഹാല 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 ഹാല. യേശുവേ നന്ദി സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. മടുപ്പ് തോന്നാതെ സ്തുതിക്കട്ടെ. ഹാല 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 ഹാല. യേശു 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 യേശു. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് കരങ്ങളടിച്ച് സർവശക്തിയോടെ കരങ്ങളടിച്ച് ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആടിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആടിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിലാരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിലാരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. എല്ലാവരും ചേർന്ന് ആരാധനയ്ക്ക് യോഗ്യനായവനെ ദിവ്യകാരുടെ യേശുവിനെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആരാധനായവനെ ആരാധിക്കുമ്പോൾ ആരാധനയുടെ അഭിഷേകം കൃപയായി, സ്നേഹമായി, കാരുണ്യമായി, വിടുതലായി നീ അനുഭവിച്ചറിയുക തന്നെ ചെയ്യും. നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിക്കുന്നത്. ആ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ശക്തമായി കരങ്ങളടിച്ച് പാപത്താൽ നിറയപ്പെട്ട് എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു.
എല്ലാവരും ചേർന്ന് ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ കരങ്ങൾ താഴ്ത്തി സന്തോഷത്തോടെ ആരാധിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഞാൻ ആരാധിക്കുമ്പോൾ എന്നോടൊപ്പം എന്റെ കുടുംബവുമുണ്ട്, എന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുമുണ്ട്. അവരുടെ നിയോഗങ്ങളുണ്ട്, എന്റെ കുടുംബത്തിന്റെ നിയോഗങ്ങളുണ്ട്, എന്റെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിന്റെ സമക്ഷം സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ശക്തമായി കരങ്ങടിച്ച് പോലെ നിന്റെ സന്നിധാനെ നിൻ മക്കൾ കൂടിയിടുമ്പോൾ, വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിൻ മക്കൾ കൂടിയിടുമ്പോൾ, മധ്യേ വന്നനുഗ്രഹം ചെയ്തിടാമെന്നോട്, മധ്യേ വന്നനുഗ്രഹം ചെയ്തിടാമെന്നോട്, ചെയ്തവൻ നീ മാത്രമേ എന്നാടും ആത്മാവിൽ ആരാധിക്കാം. ചെയ്തവൻ നീ മാത്രമേ എന്നാടും ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 എന്റെ എല്ലാ വേദനകളെയും പ്രയാസങ്ങളെയും കഷ്ടതകളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച്, കർത്താവേ ഈ സമയത്ത് എനിക്ക് ശാരീരികമായിട്ടുള്ള വേദനയുണ്ട്, മനസ്സിന്റെ ഭാരങ്ങളുണ്ട്, ഹൃദയ നൊമ്പരങ്ങളുണ്ട്. എന്നാൽ അവയെല്ലാ കാലത്തും ഉപരിയായിട്ട് എനിക്ക് നിന്നോടുള്ള സ്നേഹമാണ് വലുത് എന്ന് കരുതിക്കൊണ്ട്, നിന്നിലുള്ള വിശ്വാസമാണ് വലുത് എന്ന് കരുതിക്കൊണ്ട്, ആ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ഇതാ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും അങ്ങിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു. ആദിമനൂറ്റാണ്ടിൽ നിന്ദാസൻ മർക്കോസിൻ മാളികയിൽ, ആദിമനൂറ്റാണ്ടിൽ നിന്ദാസൻ മർക്കോസിൻ മാളികയിൽ, നിന്നാവിൽ പകർന്നതോർ നിന്ദാസൻ മധ്യത്തിൽ, നിന്നാവിൽ പകർന്നതോർ നിന്ദാസൻ മധ്യത്തിൽ, നിൻ ശക്തി അയച്ചിടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. നിൻ ശക്തി അയച്ചിടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ എല്ലാവരും പാടുന്നു. ആരാധിച്ചിടുന്നിതാ. ആരാധന
യേശുവേ യേശുവേ സ്തോത്രം കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു. യേശു 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 സർവശക്തിയോടെ ഒറ്റ വീള യേശു 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 യേശുനാമം യേശുനാമം സർവസത്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നുകളിലെ ഈ രാത്രിയുടെ യാമത്തില് എന്റെ രക്ഷയ്ക്കായിട്ട് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരാരും ഇരിക്കുന്നില്ല. ഈ സമയത്ത് നിന്നുകൊണ്ട് തന്നെ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അവിടുന്ന് എൻ്റെ രക്ഷയ്ക്കാണ്, എന്നെ അനുഗ്രഹിക്കുവാനാണ്, അവിടുത്തെ സ്നേഹാനുഭവം എന്നിലേക്ക് തരുവാനാണ് അവിടുന്ന് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത്. അവിടുത്തെ സ്നേഹം വേണ്ടുവോളം അനുഭവിക്കുവാനായിട്ട്, വിളിച്ചാൽ സമീപസ്ഥനായിട്ട് അവിടുന്ന് നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ നിമിഷം കണ്ണുകൾ ഉയർത്തി വിശ്വാസത്തോടെ ഇന്ന് എനിക്ക് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്നേഹമായി, കരുതലായി, വിടുതലായി, ആശ്വാസമായി എനിക്ക് വേണ്ടി കടന്നു വന്ന യേശുവിനെ കണ്ണുകൾ ഉയർത്തി നോക്കാം. അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. നിന്നെ ആ പ്രകാശത്തിൽ നിന്നും അന്ധകാരത്തിലേക്ക് നയിക്കുന്ന എല്ലാ ഘടകങ്ങളെയും, അതൊരു പക്ഷേ പാപമായിരിക്കാം, ഒരുപക്ഷെ നിന്റെ അസുഖങ്ങളായിരിക്കാം, കടബാധ്യതകളായിരിക്കാം, എന്തുമാവട്ടെ, കുടുംബത്തിൽ സമാധാനമില്ലായ്മയായിരിക്കാം, അവിടുന്ന് കടന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമെന്നാണ് ഉദ്ധിതൻ പറയുന്നത്. അതേ ഉദ്ധാനം ചെയ്ത യേശുവനെ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായി ഈ അപ്പത്തിൻ്റെ രൂപത്തിലായിരിക്കുന്നത്. അവിടുന്ന് വചനം തരുന്നുണ്ട്. എമ്മവൂസിലേക്ക് പോയ ശിഷ്യന്മാര് വചനത്തിലൂടെ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും ദിവ്യകാരുണ്യത്തിലൂടെ അവിടുത്തെ തിരിച്ചറിയുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയാ, യേശുവേ നന്ദി, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയാ. കർത്താവായ ദൈവമേ, അങ്ങ് ശിഷ്യന്മാരുടെ ജീവിതത്തില് എമ്മവൂസിലേക്ക് യാത്ര ചെയ്തപ്പോൾ വചനത്തിലൂടെ അവിടുന്ന് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ദിവ്യകാരുണ്യത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ അവിടുത്തെ മഹത്വം അനുഭവിക്കുവാനായിട്ട് ഇടകൊടുത്ത ദൈവമേ, ഈ രാത്രിയുടെ യാമത്തില് അങ്ങേ വചനത്തിലൂടെ ശ്രവിക്കുകയും ദിവ്യകാരുണ്യത്തിൽ അവിടുത്തെ കണ്ടുകൊണ്ട് അവിടുത്തെ ആരാധിക്കുമ്പോഴും അവിടുത്തെ മഹത്വം
മഹത്വപ്പെടുത്തുമ്പോഴും അവിടുത്തെ മഹത്വപ്പെടുത്തുമ്പോഴും അവിടുത്തെ സ്നേഹം, അവിടുത്തെ കാരുണ്യം ഞാനും അനുഭവിച്ചറിയുവാനായി വിശ്വാസത്തോടെ അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളെ കാർഷിക വിളകളെയും മത്സ്യസമ്പത്തുകളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളില് സമാധാനം നൽകണമേ. ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. യേശു, 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 യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. യേശുനാമത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹാല, 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 ഹാല. യേശു, 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 യേശു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹാല, 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 ഹാല. യേശു, 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 യേശു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് മടുപ്പ് തോന്നാതെ കരങ്ങളടിച്ച് ദിവ്യകാരണ യേശുവിലേക്ക് ശ്രദ്ധയെ, നിന്റെ കാഴ്ചയെ, നിന്റെ ദൃഷ്ടിയെ ദിവ്യകാരണ യേശുവിലേക്ക് പതിപ്പിച്ചുകൊണ്ട് കർത്താവേ, നീ മാത്രമാണ് എന്റെ ജീവിതത്തില് ആശ്വാസദായകനായി, സൗഖ്യദായകനായി, വിടുതൽ നൽകുന്ന കർത്താവായി ഞങ്ങളിലേക്ക് കടന്നു വരുന്നവൻ എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ, വിശ്വാസത്തോടെ കരങ്ങളടിച്ച് ആരാധിക്കുന്നു. യേശുനാമം അതിശയനാമം, ഏഴയെനിക്കിമ്പനാമം. യേശുനാമം അതിശയനാമം, ഏഴയെനിക്കിമ്പനാമം. അവിടുന്ന് അതിശയനാമത്തിനുടമയാണ്. കാരണം അതിശയകരമായി, വിടുതലായി, സൗഖ്യമായി, ആശ്വാസമായി എന്നിലേക്ക് കടന്നു വരുന്ന ആ നാമത്തെ ഞാൻ ആരാധിക്കുന്നു. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാട്ടുനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാട്ടുനാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. യേശുനാമം അതിശയനാമം, ഏഴയെനിക്കിമ്പനാമം. യേശുനാമം അതിശയനാമം, ഏഴയെനിക്കിമ്പനാമം. നീ അവിടുത്തെ ഏറ്റുപറയുകയാണ്. അതിശയകരമായിട്ടുള്ള വിടുതലിനായി, സൗഖ്യത്തിനായി, ആശ്വാസത്തിനായി നീ ആഗ്രഹിച്ചുകൊണ്ട് മറ്റാർക്കും അതിശയത്തോടുകൂടെ നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കാത്തവണ്ണം അവിടുത്തെ നിന്റെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്ത് എന്നേക്കും വായിച്ചു തന്ന ഉന്നതന്റെ മതിനാമം. അന്യനെന്ന
മേലെഴുത്ത് എന്നേക്കും വായിച്ചു തന്ന ഉന്നതന്റെ വന്യനാമം ശ്രീയേശുനാമം അതിശയനാമം ഏതെനിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏതെനിക്കിമ്പനാമം. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ കർത്താവേ, അങ്ങയുടെ നാമം അതിശയകരമായ എൻ്റെ ജീവിതത്തില് ഞാൻ അനുഭവിച്ചറിയാനായിട്ട് ആഗ്രഹിക്കുന്നു കർത്താവേ. ആഗ്രഹം ഞാൻ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ രാത്രിയുടെ യാമങ്ങളില് ഉറക്കമൊഴിച്ച് അവിടുത്തെ ആരാധിക്കുമ്പോൾ കർത്താവേ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ, എൻ്റെ കുടുംബത്തിൽ ഇടപെടണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാലിടത്തിൽ വന്ന നാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാലിടത്തിൽ വന്ന നാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം ശ്രീയേശുനാമം അതിശയനാമം ഏതെനിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏതെനിക്കിമ്പനാമം ഏതെനിക്കിമ്പനാമം. ഉയർത്തി യേശുനാമത്തിന് മഹത്വം, ആരാധനയും മഹത്വവും സ്തുതിയും പുകഴ്ചയും എന്നും എന്നേരവും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കട്ടെ. കരങ്ങൾ യാചനാരൂപത്തിൽ പിടിക്കട്ടെ. കരങ്ങൾ യാചനാരൂപത്തിൽ പിടിക്കട്ടെ. കാരണം യാചിക്കുവാനായിട്ട്, അപേക്ഷിക്കുവാനായിട്ട് എൻ്റെ മുമ്പിൽ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന എൻ്റെ യേശു. ആയതിനാൽ പലരുടെ മുമ്പിൽ നീ യാചിച്ചിട്ടുണ്ടാവാം. നിന്റെ രോഗത്തിന് ഒരു ശമനം ഉണ്ടാകുവാനായിട്ട്, നിന്റെ ശാരീരികമായിട്ടുള്ള വേദനകൾക്ക്, പ്രയാസത്തിന് ഒരു വിടുതൽ ലഭിക്കുവാനായിട്ട് നീ ഒരുപക്ഷെ അനേകം ഡോക്ടർമാരുടെ, വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ടുണ്ടാവും. എന്നാൽ അവർക്കൊന്നും മാറ്റുവാൻ സാധിക്കാത്ത വിധം ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുടെ പ്രയാസത്തിന് നീ അടിമയാണെങ്കിൽ യാചിക്കേണ്ട വ്യക്തിയുടെ മുമ്പിൽ നീ ആയിരിക്കുകയാണ്. കരങ്ങൾ യാചന രൂപത്തിൽ പിടിക്കുക. നിനക്കൊരു പക്ഷേ ജീവിതത്തിലെല്ലാം ഉണ്ടെന്ന് കരുതുമ്പോഴും മനസ്സിനൊരു സമാധാനമില്ലെങ്കിൽ, ഒരു ആശ്വാസമില്ലെങ്കിൽ, ആശ്വാസദായകനായ നിങ്ങൾക്ക് സമാധാനമെന്നരുൾ ചെയ്യുന്ന ആ ഉദ്ധിതനായ യേശു ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. നിന്റെ മുമ്പിലായിരിക്കുമ്പോൾ സമാധാനദാതാവായ ദൈവം, എൻ്റെ ജീവിതത്തിൽ ഇന്ന മേഖലകളിൽ അങ്ങയുടെ സമാധാനം ഞാൻ അനുഭവിച്ചറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കുടുംബത്തിലെ കഷ്ടതകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും, പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞാൻ സമാധാനം ആഗ്രഹിക്കുന്നു കർത്താവ്. നീ ഏറ്റു പറയുക. ദിവ്യകാരുണ്യ യേശുവിലേക്ക് നോക്കി നീ ഏറ്റു പറയുക. ഏതെല്ലാം മേഖലയിലാണ് നിന്റെ ജീവിതത്തിൽ നീ ദൈവം തരുന്ന സമാധാനം, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു കർത്താവേ. അങ്ങയുടെ സമാധാനം ഞാൻ അനുഭവിക്കുന്നതിൽ നിന്നും എന്നിലേക്ക് കടന്നു വരുന്ന എല്ലാ തടസ്സങ്ങളെയും, പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ നീ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് സമർപ്പിക്കുക. കാരണം അതിനു വേണ്ടിയിട്ടാണല്ലോ അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അവിടുന്ന് ഉദ്ധിതനായിരിക്കുന്നത്, ഈ ദിവ്യകാരുണ്യത്തിലായിരിക്കുന്നത്. ആയതിനാൽ അവിടുത്തെ മുമ്പില്
നിന്റെ ജീവിതത്തിൽ നീ ഏതെല്ലാം മേഖലകളിലാണ് സമാധാനം അനുഭവിച്ചറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? നീ ആഗ്രഹിക്കുന്നു, നീ പരിശ്രമിക്കുന്നു, എന്നാൽ അത് നിനക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടാവാം. എന്നിരുന്നാലും നീ ചോദിക്കുക, ഈ നിമിഷം നീ വിശ്വാസത്തോടെ ചോദിക്കുക. കാരണം അവിടുന്ന് പറയുന്നു, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനകളിൽ അവിടുന്ന് സമീപസ്ഥനാണെന്ന്. കർത്താവേ, വിശ്വാസത്തോടുകൂടെ കരങ്ങൾ ഉയർത്തി യാചനാരൂപത്തിൽ പിടിച്ച് കണ്ണുകൾ ഉയർത്തി കർത്താവേ അങ്ങിലേക്ക്, ദിവ്യകാരണീശോയെ അങ്ങിലേക്ക് നോക്കിക്കൊണ്ട് ഈ രാത്രിയുടെ യാമങ്ങളിൽ വളരെ കഷ്ടതകൾ അനുഭവിച്ചാണ്, വളരെ പ്രയാസം സഹിച്ചാണ്, വളരെ ബുദ്ധിമുട്ടിയാണ് അങ്ങയുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. കർത്താവേ, അങ്ങ് കാണുന്നുവല്ലോ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെ, അങ്ങ് കാണുന്നുവല്ലോ. എൻ്റെ കുടുംബത്തിൽ എന്തെല്ലാം അസ്വസ്ഥതകളാണ്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്, പ്രയാസങ്ങളാണ് ഞാൻ അനുഭവിച്ചറിയുന്നത്. മറ്റുള്ളവർ എന്നെ കബളിപ്പിക്കുന്നു, മറ്റുള്ളവർ എന്നെ കർത്താവെ തിരസ്കരിക്കുന്നു, മറ്റുള്ളവർ എന്നെ ചതിക്കുന്നു, ചതിക്കുഴിയിലേക്ക് എന്നെ നയിക്കുന്നു. എന്നിരുന്നാലും കർത്താവേ, അവിടുത്തെ സ്നേഹത്തിന് ഒരു അന്ത്യവും അറുതിയും ഇല്ലല്ലോ കർത്താവേ. അവിടുത്തെ സ്നേഹം അനന്തമാണല്ലോ കർത്താവേ. ആ സ്നേഹം നോക്കി പാപിയാണു ഞാൻ പറഞ്ഞ പാപിയാണു കർത്താവേ, അങ്ങ് എത്രമാത്രം കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കർത്താവേ, എന്റെ സ്വാർത്ഥത കൊണ്ട് ഒരുപക്ഷെ ഞാൻ കുറച്ചൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. എന്നിരുന്നാലോ കർത്താവേ, അവിടുത്തെ സമയത്തിന് ഞാൻ കാത്തിരിക്കാതെ എനിക്ക് എന്തൊക്കെയോ വേണം, അനുഗ്രഹങ്ങൾ വേണം, കൃപകൾ വേണമെന്ന് പിടിവാശി പിടിച്ചുകൊണ്ട് അങ്ങയോട് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല എന്ന് ചിന്തിച്ച സമയങ്ങളുണ്ട് കർത്താവേ. അങ്ങയെ തള്ളിപ്പറഞ്ഞ സമയമുണ്ട്, അങ്ങയെ വെറുത്ത സമയമുണ്ട്, അങ്ങേക്കെതിരായി സംസാരിച്ച അങ്ങയുടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൗദാശിക ജീവിതത്തിനെതിരായി സംസാരിച്ച് വിശുദ്ധ കുർബാന പോലും അർപ്പിക്കാൻ സാധിക്കാതെ, ആ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ പോകാതെ കർത്താവേ അങ്ങിൽ നിന്നും അകന്നുപോയ സമയമുണ്ട്. കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. എല്ലാവരും ചേർന്ന പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കർത്താവേ, അങ്ങയെ സ്നേഹിക്കുന്ന ജനത്തിന് കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കർത്താവേ, എന്റെ കഷ്ടതകളിൽ, എന്റെ പ്രയാസങ്ങളിൽ അങ്ങ് എനിക്ക് ഉത്തരം അരുളുവാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചു. എന്നാൽ ആ വചനം ശ്രവിക്കാതെ, ദിവ്യവചനം കേൾക്കാൻ അവസരം കൊടുക്കാതെ, വായിക്കുവാൻ സാധിക്കാതെ, അവിടുത്തെ ഹിതം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ പോയ നിമിഷങ്ങളുണ്ട്. കർത്താവേ, കരുണ തോന്നണമേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. എല്ലാവരും ചേർന്ന് പാപിയാണു ഞാൻ നാഥ, പാപിയാണു
കർത്താവെ, മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴും മറ്റുള്ളവർ പ്രാർത്ഥിക്കുവാനായിട്ട് എന്നോട് പറയുമ്പോഴും ഞാൻ അവരെ കളിയാക്കിയിട്ടുണ്ട്, പുച്ഛിച്ചിട്ടുണ്ട്. കർത്താവെ, അങ്ങയുടെ സ്നേഹം അനന്തമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിന്റെ പ്രത്യുത്തരം കൗദാശിക ജീവിതത്തിലൂടെ, അവിടുത്തെ ആരാധിക്കുന്നതിലൂടെ, അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെ, ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാതെ കർത്താവെ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ട്. കർത്താവെ, ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് കരുതിക്കൊണ്ട് ജീവിച്ചിട്ടുണ്ട്. കർത്താവെ, എന്നോട് കരുണ കാണിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പ്രിയപ്പെട്ടവരെ, ഇരു കരങ്ങള് ശിരസോട് ചേർത്ത് പിടിക്കട്ടെ. എല്ലാവരും ഇരു കരങ്ങള് ശിരസോട് ചേർത്ത് പിടിക്കട്ടെ. നിന്റെ ബുദ്ധിയെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നിന്റെ ശിരസിനെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈ ശിരസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, മറവി, അതുപോലെ എത്ര പഠിച്ചാലും ഓർമ്മയില്ലാത്ത അവസ്ഥ, എൻ്റെ ബുദ്ധിയെ സമർപ്പിക്കുന്നു, എൻ്റെ ശിരസിനെ സമർപ്പിക്കുന്നു. ശിരസ് സംബന്ധമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും, തലകറക്കം, തലവേദന, മറവി, ഇവയെല്ലാം സമർപ്പിക്കാം. കർത്താവേ, അവിടുത്തെ ആത്മാവ് നൽകുന്ന ജ്ഞാനവും വിവേകവും ബുദ്ധിയും അറിവും നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ഒപ്പം കർത്താവേ, ഈ ശിരസ്, എൻ്റെ ശിരസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള എല്ലാ വൈകല്യങ്ങളെയും കുറവുകളെയും കർത്താവേ അവിടുത്തെ തിരുരക്തത്താല് കഴുകി വിശുദ്ധീകരിക്കണമേ. അതിനു വേണ്ടിയിട്ടാണല്ലോ അങ്ങ് എനിക്ക് വേണ്ടി പീഡാസഹനങ്ങൾ സഹിച്ച് കുരിശിൽ തൂങ്ങി, അതുപോലെ രക്തമൊലിച്ച് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടുന്ന് അനുഭവങ്ങൾ സഹിച്ചത്. ആ പീഡാനുഭവത്തിന്റെ കൃപയാൽ, ആ തിരുരക്തത്തിന്റെ കൃപയാൽ, അഭിഷേകത്താല് എൻ്റെ ശിരസിനെ, എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേന്ന് യാചിച്ചുകൊണ്ട് തിരുവിലാവിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ എല്ലാവരും ചേർന്ന് തിരുവിലാവിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെന്നും പൊന്നു കർത്താവേ. ശിരസുമോദൽ പാദം വരെയും എഴുന്നള്ളി വന്ന് ഒരു ചൊല്ലുമെങ്കിൽ സുഖമാകുമെന്റെയുള്ള വിശ്വസിക്കൂ ഞാൻ. ഇരു കരങ്ങൾ മാറോട് ചേർത്ത് ഒഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെന്നും പൊന്നു കർത്താവേ. നിന്റെ കണ്ണുകളെ, കാതുകളെ, നിന്റെ ഹൃദയത്തെ, നിന്റെ അധരത്തെ, നിന്റെ ഉദരത്തെ, ജനനേന്ദ്രിയങ്ങളെ, പാദങ്ങള്, കരങ്ങള് പൂർണ്ണമായും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവയിലൂടെ നീ എന്തെങ്കിലും അസ്വസ്ഥത നീ അനുഭവിച്ചറിയുന്നുണ്ടെങ്കിൽ കർത്താവേ അവിടുത്തെ തിരുച്ചോരത്തുള്ളിയാൽ കഴുകി വിശുദ്ധീകരിക്കണമേന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തിരുവിലാവിന്നൊഴുകും
തിരുച്ചോരത്തുള്ളിയ കൊന്നു കർത്താവേ. എല്ലാവരും ചേർന്ന വിശ്വാസത്തോടെ തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കരങ്ങളും മുട്ടുകളും മടക്കാതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം എന്നില്, എന്റെ ശരീരത്തില്, എന്റെ കുടുംബത്തില്, കുടുംബാംഗങ്ങളില് വളരെ ശക്തവും വ്യക്തമായിട്ട് ഞാൻ അനുഭവിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു. സ്തുതിക്കുന്നു കരങ്ങളുയർത്തി സ്വരമുയർത്തി സ്തുതിക്കുന്നു. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിരുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടിപ്പാടിക്കുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിരുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടിപ്പാടിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ നാമേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിരുന്നിതാ. യേശുവേ നാമേ അങ്ങേ ഞങ്ങൾ പാടിപ്പാടിക്കുന്നിതാ. യേശുവേ നാമേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിരുന്നിതാ. യേശുവേ നാമേ അങ്ങേ ഞങ്ങൾ പാടിപ്പാടിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, അനുഭവിച്ച് അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, സന്തോഷത്തോടെ അങ്ങേക്ക് ആരാധന. കരങ്ങളടിച്ച് പവനമാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പവനമാവേ അങ്ങേ ഞങ്ങൾ പാടിപ്പാടിക്കുന്നിതാ. പവനമാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പവനമാവേ അങ്ങേ ഞങ്ങൾ പാടിപ്പാടിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. കരങ്ങളടിച്ച് സന്തോഷത്തോടെ വിശ്വാസത്തോടെ അവിടെ നിന്റെ ജീവിതത്തില് അത്ഭുതകരമായി ഇടപെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമാർ നീ വിശ്വാസത്തിന്റെ നിറവില് അവിടുത്തെ ആരാധിക്കുന്നു. കാനായിൽ വെള്ളത്തെ ഞെട്ടി മാറ്റിയ രക്ഷകനേശുനാഥ, കാരുണ്യ സ്നേഹം നിറച്ചുനി ഞങ്ങളെ ശുദ്ധീകരിച്ചിടണേ. കാനായിൽ വെള്ളത്തെ ഞെട്ടി മാറ്റിയ രക്ഷകനേശുനാഥ, കാരുണ്യ സ്നേഹം നിറച്ചുനി ഞങ്ങളെ ശുദ്ധീകരിച്ചിടണേ. ആരാധന അങ്ങേക്ക് ആരാധന, സർവശക്തിയോട് ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധിക്കുന്നു. ആരാധന അങ്ങേക്ക് ആരാധന. ദൈവപിതാവേ കരങ്ങളടിച്ച് ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടിപ്പാടിക്കുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ
പാടി സ്തുതിച്ചിടാം. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധിക്കുന്നു. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവരും ചേർന്ന സ്തുതിക്കുന്നു. യേശു 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 യേശു. ഹല്ലേലൂയ ഹല്ലേലൂയ. അതരം തുറന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വാസത്തോടെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഭാഷവരത്തോടെ ശ്രദ്ധിക്കുന്നു. ആരാധനായവനെ ആരാധിക്കുന്നു, സ്വരമുയർത്തി ആരാധിക്കുന്നു. യേശു യേശു യേശു. സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കാമോ? സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കാമോ? സാധിക്കുന്ന എല്ലാവരും മുട്ടുമേൽ, അല്ലാത്തവരെ ഇരിക്കരുത്, നിൽക്കുക. ദിവ്യകാരുണ്യ നോക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദിനങ്ങള്, ഈ യുഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ വിജാതിരുടെ അടുത്തേക്ക് പോകരുതെന്നാണ്. എന്നാൽ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഇപ്രകാരം പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ ഇല്ലെങ്കിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കുക അസാധ്യമാണ്. കാരണം ഇപ്പോഴവിടുത്തെ യുഗമാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ പ്രവർത്തിച്ച ദൈവം, പുതിയ നിയമത്തിലെ ക്രിസ്തുവിലൂടെ, മിശിഹായിലൂടെ, യേശുനാഥനിലൂടെ പ്രവർത്തിച്ച ദൈവം, അതേ ദൈവം ഈ ത്രിയേക ദൈവത്തിൻ്റെ മോഡിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിലേക്ക് കടന്നു വരിക. കാരണം അനേകം കാര്യങ്ങൾ, ഇനിയും അനേകം കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുണ്ട്. എന്നാൽ ഞാൻ അയക്കുന്ന സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൻ നിങ്ങളെ പഠിപ്പിക്കും. അവൻ നിങ്ങളെ സാക്ഷ്യം, എനിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ യുഗത്തില്, പരിശുദ്ധാത്മാവിന്റെ യുഗത്തില്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ജീവിതത്തിൽ ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ കൃപ, പരിശുദ്ധാത്മാവ് നൽകുന്ന വരദാനങ്ങള് നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. പറഞ്ഞ ഹല്ലേലൂയാ. കാരണം അത് ഏറ്റു പറയാൻ നിന്നെ കൊണ്ട് സാധിക്കുകയില്ല. കാരണം ലോകം എന്ന് പറയുന്നത് തിന്മയിലേക്ക് നയിക്കുന്ന സംഭവമാണ്. നിന്നെ തിന്മയിലേക്ക് നയിക്കുന്നതാണ്. അപ്പൊ ആ തിന്മയിലേക്ക് നയിക്കുന്ന ശക്തികളെ ചെറുത്തു നിൽക്കുവാനായിട്ട്, അവയിൽ നിന്നും വിജയം വരിക്കുവാനായിട്ട് അവിടുത്തെ ആത്മാവിന്റെ അഭിഷേകം, ആത്മാവിന്റെ ഇടപെടല്, പരിശുദ്ധാത്മാവിന്റെ ഇടപെടല് വളരെ കാര്യക്ഷമമായിട്ട് നീ അനുഭവിച്ചറിയേണ്ടതുണ്ട്. ഹല്ലേലൂയാ. യേശുവേ നന്ദി. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇരു കരങ്ങളെ യാചനാരൂപത്തിൽ പിടിക്കാം. ഇരു കരങ്ങളെ യാചനാരൂപത്തിൽ പിടിക്കാം. സൗഖ്യ ആശ്വാസദായകൻ, വിടുതൽ നൽകുന്ന, സാക്ഷ്യം വഹിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നവൻ, വരദാനങ്ങൾ വർഷിക്കുന്നവൻ, അവന്റെ പ്രവർത്തനം അവന്റെ ഈ കാലഘട്ടത്തിൽ, അവന്റെ ഈ യുഗത്തിൽ ഉൾച്ചേർന്നുകൊണ്ട്, അവിടുത്തെ ആത്മശക്തിയാൽ ഉൾച്ചേർന്നുകൊണ്ട്, ആത്മാവിന്റെ വരദാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട്, ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടതിന്, ശാരീരിക ജഡീക വാസനകൾക്കല്ല,
ലോകത്തിൻ്റെതായിട്ടുള്ള വാസനകൾക്കല്ല, മറിച്ചോ ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട്, ആത്മാവിനാൽ നയിക്കപ്പെടുവാനായിട്ട്. ഓ കർത്താവേ, എൻ്റെ യേശുവേ, ഓ ദിവ്യകാരുണ്യനാഥ, അവിടുത്തെ ആത്മാവിൻ്റെ നിറവ് അപ്പോസ്തലന്മാരുടെ ഇടയിലേക്ക് പെന്തക്കോസ്താ തിരുനാളിൽ രാത്രി കാലങ്ങളിൽ അവിടുത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളിലേക്ക് കടത്തിവിടണമേന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടുമേലായിരുന്നു കൊണ്ട് തന്നെ കരങ്ങളടിച്ച് ആത്മാവിൻ്റെ അഭിഷേകത്തിനായി ഒരു പുത്രൻ ഉണർവിനായി, ഒരു നവജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായി ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായി കരങ്ങളടിച്ച് ആത്മശക്തിയാൽ നയിക്കപ്പെടണം. കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറക്കേണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറക്കേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. നിന്നിലും നിന്റെ കുടുംബത്തിലും നിന്റെ സമൂഹത്തിലും ആത്മാവിന്റെ അഭിഷേകം വിടുതലായി, ആശ്വാസമായി, സൗഖ്യമായി, വരദാനങ്ങളായി അനുഭവിച്ചറിയുവാനായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. യേശുവേ, അങ്ങേ ആരാധിക്കുന്ന ഈ സമൂഹത്തിലേക്ക്, ആത്മാവിന്റെ അഭിഷേകത്തിനായി യാചിക്കുന്ന ഈ സമൂഹത്തിലേക്ക് അവിടുത്തെ ആത്മാവിന്റെ വരദാനങ്ങള് ഒഴുകപ്പെടട്ടെ, നിറയപ്പെടട്ടെ. സജീവമായ അനേക സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഈ മക്കളിലേക്ക് ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബു വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബു വിറച്ച പോലെ
തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നെ നിറയ്ക്കണമേ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നെ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, എല്ലാവരും കരങ്ങൾ ഉയർത്തി അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കരങ്ങൾ വീശി തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ദിവ്യകാരുണ്യമേ വന്ദനം, പരിശുദ്ധ കാരുണ്യമേ